ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ബാക്ക് ടു സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ആസ് യൂഷ്വൽ വീഡിയോ ആണ് കേട്ടോ. വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ 2-3 വർഷമായിട്ട് ഒരുമിച്ചിരുന്നാണ് കേട്ടോ ഇവന് ബുക്ക് ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ക്യാമറ വെക്കാൻ പോകുന്ന നേരമായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടി നമ്മുടെ കുഞ്ഞിക്കുട്ടനെ ഉറക്കി കിടത്തിയിട്ട് ഒരാളെ ട്യൂഷനും പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ബാഗിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ഈ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെന്നാണെങ്കിൽ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ലെങ്തി വീഡിയോ ആയിരുന്നേ. പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് സ്പീഡിന് പോകുന്നതായിട്ട് കാണുന്നത്. ഞാൻ ബുക്ക് പുതിയാനിരുന്നപ്പോൾ ഡാഡി പറഞ്ഞു, എന്നാൽ നീ ചായ ഇട്ട് വാ, ഞാൻ തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ പുതിയ ഗ്ലാസ്സിൽ നിങ്ങൾ കാണിച്ചില്ലായിരുന്നോ കഴിഞ്ഞ വീഡിയോ? അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ട നല്ല ഉറക്കമാണേ. ഇയാൾ എണീക്കുന്നതിന് മുമ്പേ നമുക്ക് ബുക്കും കാര്യങ്ങളൊക്കെ ബൈൻഡ് ചെയ്ത്, അതായത് കവർ ചെയ്ത് പൊതിഞ്ഞ് വെക്കണം കേട്ടോ. അല്ലെന്നാണെങ്കിൽ ഇയാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്രിക എടുത്തുകൊണ്ട് പോകും, സ്റ്റേപ്ലെയർ എടുക്കും, പിന്നെ അൽഗുലത്ത് പണികളെല്ലാം ഒപ്പിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അയാൾ എണീക്കുന്നതിന് മുമ്പേ ഞാൻ അതേ ചായ ഇട്ട് കൊണ്ടെന്ന് വെച്ചിട്ട് ഡാഡി എന്നോട് അവിടെ ഇരിക്കുക ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇപ്പുറത്തെ സ്ഥലം ഒപ്പിച്ച് നമ്മുടെ സെറ്റിയൊക്കെ അങ്ങോട്ട് നീക്കിയിടുന്നതാണേ കാണുന്നത്. അപ്പോൾ ഡാഡി ഇപ്പോൾ ഓഫീസിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കാം. മിക്കപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് രാത്രി ഇരുന്നാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ ഇങ്ങനെ അട്ടയിടാതിരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഉണ്ടാവും കേട്ടോ. ഡാവിക്കുട്ടൻ അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഡാഡി ഇങ്ങനെ പൊതിഞ്ഞ് തരികയാണ്. ആദ്യം ഞാനിങ്ങനെ പൊതിയാനൊന്നും ഇനീഷ്യേറ്റിംഗ് കാണിച്ചില്ല. ഡാഡിയുടെ ഐഡിയക്ക് കണ്ടോ ആ ബുക്കിൻ്റെ അകത്ത് ഡാഡി നമുക്ക് മുമ്പ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ബുക്കൊക്കെ നമ്മൾ ആ ബുക്കിൻ്റെ അകത്ത് തന്നെ കട്ട് ചെയ്യാതെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാതെ തന്നെ ഇതിപ്പോൾ ബുക്ക് ബൈൻഡ് ചെയ്യാനും കവർ ചെയ്യാനൊക്കെ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ ഈ ഇടുന്നതിന് മുമ്പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകുന്നത് നമ്മുടെ ഡാവിക്കുട്ടിനെ എണീറ്റിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് കേട്ടോ. ബെഡിൽ കിടത്തിയിട്ട് വന്നേക്കാണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ സ്റ്റേപ്പ് ചെയ്യുകയാണ്, സ്റ്റാപ്ലെയറൊക്കെ എടുത്ത് വെച്ചിട്ട് സ്റ്റേപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡാഡി ഇത് എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബൈൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷത്തെ നമ്മൾ സൂക്ഷിച്ച് വെച്ചേച്ച അവൻ്റെ സ്കൂളിലെ ബുക്സിൻ്റെ അട്ട തന്നെയാണ് കേട്ടോ, കവർ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇടുന്നത്. കാരണം ഇപ്രാവശ്യം വാങ്ങിച്ചത് അങ്ങനെ ഇതെടുത്ത് തീർന്ന് കഴിയുമ്പോൾ നമുക്ക് അത് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ആ സെറ്റിക്കകത്ത് പുറത്തൊരു ചുമപ്പ് കളറിലൊക്കെ കിടക്കുന്നില്ല, അതും എന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിച്ചാണേ. അപ്പോൾ അതും വേണ്ടി വരുമെന്ന് ഓർത്തിട്ട് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഡാഡി ഇങ്ങനെ എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് കളയും. ഞാൻ ഡാഡിനോട് പറയുകയാണേ, ഇങ്ങനെ വെറുതെ ഇരിക്കില്ലേ ഡാഡി വർത്താനം പറയും. ഡാഡി അല്ലെങ്കിൽ ഒരു 100 വർത്താനം പറയും കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ കഥകളും പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് തന്നെ. പക്ഷേ ഡാഡി ഞാൻ വീഡിയോ ഓണാക്കിയപ്പോഴേക്കും ഇങ്ങനെ സ്വിച്ചിട്ട പാവ പോലെ നിന്ന് കളഞ്ഞു കേട്ടോ. പിന്നെ ചോദിച്ച് ഞാൻ എന്താ ഡാഡി മിണ്ടാത്തെ ബലം പിടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഡാഡി വർത്താനം പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റേപ്ലെയർ ഒട്ടിക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. 2 സൈഡും ഇതേപോലെ അകത്ത് നമുക്കിങ്ങനെ നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അരികെ ഇങ്ങനെ നീണ്ടിരിക്കും കേട്ടോ. അതിങ്ങനെ സൈഡാക്കി മടക്കിയിട്ട് ഞാൻ സ്റ്റേപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ തട്ടുമ്പോൾ അവിടെ കൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ അകത്തേക്ക് മടക്കി വെച്ചിട്ടാണ്. ഇതിങ്ങനെ സൂം ചെയ്യാനോ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ബുക്കുകളൊക്കെ എന്തൊക്കെയുണ്ട്. അപ്പോൾ കേഴ്സീവ് റൈറ്റിംഗ് ഉണ്ട്, മലയാളം കണ്ടോ, പിന്നെ ഇംഗ്ലീഷുണ്ട്, റൈറ്റിംഗ് ബുക്കുണ്ട്. കേഴ്സീവ് റൈറ്റിംഗ് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നതാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. ഡാഡി ചായയൊക്കെ ചൂടാറിയിട്ടേ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇതേ കണക്ക് കേട്ടോ. ആ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കാണിക്കുന്നുണ്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഇങ്ങനെ പൊക്കാൻ പറ്റും. അപ്പോൾ അത് പൊക്കിയിട്ട് നമ്മൾ മുമ്പ് ഇങ്ങനെ കീറിക്കളയും, അല്ലെങ്കിൽ ഒന്ന് കത്രിക വെച്ചിട്ട് ഇതാക്കും കേട്ടോ. അപ്പോൾ ഈ ബുക്ക് ഇങ്ങനെ നൈസ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കീറേണ്ട ആവശ്യം വരുന്നത് കേട്ടോ. ഇങ്ങനെ സൈഡ് കീറണം എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ സ്പീഡ് ഇട്ടേക്കുന്ന കാരണം നിങ്ങളിലേക്ക് എത്തിയില്ല കേട്ടോ. സ്പീഡ് ഇട്ടില്ലെന്നാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ലാഗായി പോവും വീഡിയോ കേട്ടോ. ഇത് തന്നെ ഞങ്ങൾ കണ്ടിന്യൂസ്, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റത്തെ വീഡിയോ ആയിട്ട് കഴിയും. പക്ഷേ ഇതൊരു ഒരു മണിക്കൂറോളം ഞങ്ങൾ എടുത്തു കേട്ടോ ഇരുന്ന് ബൈൻഡ് ചെയ്ത് വന്നപ്പോഴേക്കും. അപ്പോൾ നമ്മൾ കണ്ടോ ഡാഡി അകത്തേക്ക് ടെക്സ്റ്റും ഇങ്ങനെ ചെറിയ ബുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാതെ അകത്തേക്ക് തന്നെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സ്റ്റേപ്പ് ചെയ്യുക. അപ്പോൾ ഡാഡി എനിക്ക് സ്റ്റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇട്ട് തരുന്നത്. അതേപോലെ തന്നെ അരികും മടക്കി, അതായത് ഇങ്ങനെ നമ്മൾ മടക്കിയ സൈഡ് ഇങ്ങനെ ചാടി നിൽക്കും, അത് മാത്രം ഞാൻ മടക്കിയിട്ട് സ്റ്റേപ്പ് ചെയ്യുന്നതാണ്. ഇതും തന്നെ സ്ട്രിങ്സ് എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതും ഇങ്ങനെ എഴുതാനുള്ള
ഒരു ബുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബുക്കിനൊക്കെ അധികം കട്ടിയില്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റി. ബാക്കി വലിയ വലിയ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് വേണം, നമ്മൾ നോർമലി കട്ട് ചെയ്യുന്ന പീസിൽ എടുത്തിട്ട് വേണം കേട്ടോ. ഡാവിക്കുട്ടിന് ഈ സമയം ഉണ്ടെന്നാണെങ്കിൽ ആ സ്റ്റേപ്ലെയർ പിന്നെ അവിടെ ഇരിക്കില്ല കേട്ടോ, വലിയെടുത്തൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് കാരണമാണ് ഒരുത്തനെ ഉറക്കാൻ നമ്മുടെ ജോക്കൂട്ടൻ ചേട്ടായും ഇതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ്, അവൻ്റെ ബുക്കല്ലേ നമ്മൾ പുതിയുന്നേ. മുമ്പ് ഞാൻ ഓർക്കുന്നു കേട്ടോ, ഞാനും പപ്പയും ഇത്തുമൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ ഓർമ്മയിൽ പപ്പയൊക്കെയാണ് കേട്ടോ. പപ്പ എന്നിട്ട് ഇങ്ങനെ ഓരോ ഐഡിയയിൽ ഇങ്ങനെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇത് കീറത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്തു തരുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കായി, ഞാനും ചിത്തുമൊക്കെ ഒറ്റയ്ക്കായി ചെയ്യുന്നത്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് വരും, പിന്നെ വന്നിരുന്ന് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഡാഡി ഓൾമോസ്റ്റ് പയ്യെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ കണ്ടോ, ഇങ്ങനെ ബുക്ക് പൊക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെക്കും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഒരു സൈഡിൽ നമുക്കിങ്ങനെ കേട്ടോ. അപ്പോൾ ഡാഡി എന്തോ ഒരു ആവശ്യത്തിനേക്ക് അങ്ങോട്ട് പോയപ്പോഴേക്കും ഞാൻ ബൈൻഡ് ചെയ്യാനിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്ക് കവർ ചെയ്യുമ്പോൾ ഇത്തിരി സമയം എടുക്കും കേട്ടോ. ഞാനിങ്ങനെ അത് ഭയങ്കര ഇതായിട്ട് ഡാഡിക്ക് ഇങ്ങനെ പെർഫെക്ഷനിലിരിക്കണം. അവിടെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയിരിക്കുകയോ തട്ടിയിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എനിക്ക് ബൈൻഡ് ചെയ്യുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ, അത് നമുക്കിങ്ങനെ കവർ ചെയ്യാൻ അറിയാം. പക്ഷേ ഡാഡിക്ക് അതിനെല്ലാം പെർഫെക്ഷനിലിരിക്കണം. അപ്പോൾ അത് കാരണം ഡാഡി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എക്സ്ട്രാ വരുന്ന പീസസ്, അപ്പോൾ ഞാനിങ്ങനെ ഡാഡി പോയ നേരം കൊണ്ട് എന്തായാലും അത്രയും ബുക്ക് കണ്ടോ നിങ്ങളിരിക്കുന്നത്, ഇനി അത്രയും ബുക്കും കൂടി ഇടാനുണ്ട് ബാക്കി. അപ്പോൾ ഞാനും കൂടി ഇരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സ്ട്രാ പീസ് ഡാഡി പറയുകയാണെ അത് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ഡാഡി ഇപ്പോഴാണ് കേട്ടോ ചായ കുടിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു അരമണിക്കൂറിൽ കൂടുതലായിട്ട് ചായ കൊണ്ടുവന്നു. ചായ തണുത്തിട്ടുണ്ടാവും, ഡാഡി മറന്നു പോയതാണ്, അല്ലെങ്കിൽ ഇത്തിരി കൂടി ചൂടിന് കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ബാക്കി ഇനി വലിയ മെയിൻ ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ദേ തുടക്കം ഇട്ട് വെച്ചപ്പോൾ ഞാനങ്ങ് ഇരുന്നു കേട്ടോ. അപ്പോൾ ഡാഡിക്ക് പറയുമായിരുന്നു ഈ വലിയ ബുക്കിനൊക്കെ ഒന്നും നമുക്കിങ്ങനെ ആ ബുക്കിൻ്റെ അകത്തേക്ക് വെച്ച് ചെയ്യുന്ന ആ ഒരു ഐഡിയ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ദൈവം നമ്മുടെ ബാലൻസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സാധനത്തിൻ്റെ പേപ്പർ കഴിഞ്ഞു കേട്ടോ, തീർന്നു. അപ്പോൾ അടുത്ത പുതിയത് ഈ പ്രാവശ്യത്തെ പൊട്ടിക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അതിങ്ങനെ ഞാൻ പറയാം കേട്ടോ ഡാഡിനോട്, ഇത് ആ മോഡലിൽ വെക്കാൻ പറ്റില്ല, ഇത് നമുക്ക് കട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ പറയുന്നതാണ് കേട്ടോ ഡാഡി കേൾക്കുന്നത്. ഇനിയിപ്പോൾ ഡാഡി നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേപ്ലെയർ കത്രികയാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ സ്റ്റേപ്ലെയറാണ് ഡാഡിക്ക് കൊടുക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ എന്താണ് നമുക്ക് ഈ വീഡിയോ കാണാനുള്ള ക്യൂരിയോസിറ്റി ഒന്നുമില്ല, എന്തെങ്കിലും ചെറിയ അൽക്കുലത്തെ ഐഡിയ അതിനകത്ത് നിന്ന് കവർ ചെയ്യുന്നതിൽ കിട്ടുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടും ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. പിള്ളേരും കൂടി വേണം നമ്മൾ ഈ ഒരു കവർ ചെയ്യുമ്പം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, അടുത്ത പ്രാവശ്യം അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം. അവരുടെ ബുക്സ് ആണല്ലോ, അപ്പോൾ അത് എത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ കവർ ചെയ്യുന്നത്, അപ്പോൾ അത് എത്രത്തോളം സൂക്ഷിക്കണം. ഇപ്പോൾ ബുക്കൊക്കെ എടുക്കുമ്പോൾ കെയർഫുള്ളി എടുക്കണം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആണ്, പക്ഷെ എന്നാലും ജോക്കുട്ടൻ ചേട്ടായി കൂടെ ഉണ്ടെന്നാണെങ്കിൽ എനിക്ക് ഇത്തിരി കൂടി നല്ലതായിട്ട് തോന്നി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോരം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ എന്തോരം സൂക്ഷിച്ച് ബുക്കും കാര്യങ്ങളൊക്കെ കെയർഫുള്ളി നോക്കണം, സൂക്ഷിക്കണം എന്നുള്ളതൊരു മെൻറ്റാലിറ്റിയും പിന്നെ അതേപോലെ അടുത്ത പ്രാവശ്യത്തേക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റിയൊക്കെ ആകുന്നത് നല്ലതാണ് കേട്ടോ. അത് എങ്ങനെ ചെയ്യുന്ന ഇപ്പം പൊതിയിട്ട് കഴിയാത്തവരുണ്ടെന്നാണെങ്കിൽ കിഡ്സിനൊക്കെ ഞങ്ങളൊക്കെ ഒരു പരിധിയൊക്കെ കഴിഞ്ഞപ്പം അപ്പയും അമ്മയൊക്കെ മാറി പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇനീഷ്യലി ചെയ്യുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. ഞാൻ മുമ്പ് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു, ഇത് വലിയ പണിയൊന്നും അല്ലല്ലോ. പക്ഷേ നമ്മളങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്ത് ആ ഒരു ബുക്കൊക്കെ ഒരു ഇച്ചിരിയൊക്കെ കീറുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നേ. കാരണം അയ്യോ പിന്നെ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ മുമ്പും സ്റ്റേപ്ലെയറൊക്കെ എടുത്ത് വെക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്റ്റേപ്ലെയർ കുറച്ച് ഇതായത് കൊണ്ടിട്ട് അടിക്കുമ്പോൾ ഒരു 2-3 ടക്ക് വീണ് കഴിയുമ്പോഴും പിന്നെ ഇടങ്ങേറാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അരിക്കൊക്കെ മടക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ദേ ഡാഡി ഇത് ഒത്തിരി ലാഗായിരുന്നു കേട്ടോ, ഒത്തിരി ലാഗ്ലി വന്ന വീഡിയോ ആയിരുന്നു. ഞാനങ്ങനെ ഒത്തിരി കവറപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഷോർട്ടൊക്കെ ആക്കിയിട്ടും സ്പീഡ് കൂട്ടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഓവറോൾ ഈ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്ത വീഡിയോ നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ പിന്നെ ഇതൊക്കെ ഇല്ല ഒത്തിരി ലാഗാണെന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകുമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ സ്പീഡൊക്കെ കുറച്ചിട്ട് ഇട്ടേക്കുന്നത്. സ്പീഡ് കുറച്ചല്ല കേട്ടോ, സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ വേഗം ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്ത് സ്പീഡിനെയാണല്ലേ, ഇങ്ങനെ നമുക്ക് റോബോട്ടിനെ കണക്ക് വേഗം ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു അല്ലേ. പക്ഷേ ഇത് നല്ല സമയം എടുത്തിട്ട് പയ്യനെ ഇങ്ങനെ നമ്മളിങ്ങനെ ബൈൻഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കത്രികയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പുതിയ കത്രികയൊക്കെ നമ്മൾ വാങ്ങിച്ചത് അവൻ്റെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ
അപ്പോൾ ഈ ഡാഡി വലിയ കാര്യത്തിൽ ആശാരിനെ കണക്ക് വലിയ നിന്ന് എണീറ്റൊക്കെ നിന്ന് കവർ ചെയ്തപ്പോൾ ഞാൻ ഡാഡിനോട് ചോദിച്ചിട്ട് എന്താ ഡാഡി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഡാഡി പറഞ്ഞു അലൈൻമെൻറ്റ് അളവ് തെറ്റുന്നൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ അതായത് ഈ വർഷം വാങ്ങിച്ച കവറാണ് കേട്ടോ. പക്ഷേ പഴയ കവറും ഈ കവറും തമ്മിൽ ഒത്തിരി കളർ വ്യത്യാസമില്ലേ. ഇട്ട് വന്ന പകുതിയായപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്. പിന്നെ അത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്കങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാറ്റഗിസം ബുക്ക് ഉണ്ട് കേട്ടോ ഇവന്, സ്കൂളിലേക്ക് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ്. അപ്പോൾ ഞാൻ ഡാഡിനോട് പറയുകയാണ് നമ്മുടെ സെറ്റിക്കകത്തിരിക്കുന്ന റെഡ് കവർ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് നമുക്ക് കാറ്റഗിസത്തിനും ബുക്കിന് ഇടുകയാണെങ്കിൽ അതും വേസ്റ്റ് ആകില്ല. അപ്പോൾ അത് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ ഡാവിക്കുട്ടൻ കരഞ്ഞ് ഞാൻ അവനെ പോയി എടുത്തുകൊണ്ട് വന്നു. അവനിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ആ സമയത്ത് തന്നെ വന്നത്, ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ ആൾ നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര പണിയിൽ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന്മാരെ അങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ പിന്നെയും വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചെടുത്ത് ഡാഡിക്ക് അതിൻ്റെ ഇടയിൽ ഓഫീസിൽ നിന്നൊക്കെ കോളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ ഓഫീസിലെ കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇന്ന് അട്ടയിടുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഏകദേശം ബുക്കൊക്കെ കഴിയാറായി കേട്ടോ. അപ്പം ഞാൻ സ്റ്റേപ്പ് ചെയ്ത് എല്ലാം ഇങ്ങനെ അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ റെഡ് കവറിൽ ചെയ്യുന്നത് അതിങ്ങനെ മടക്കി വെച്ചത് കാരണം അത് അതിൻ്റെ ഫ്രണ്ടൊക്കെ ഒന്നിങ്ങനെ ചുളുങ്ങി കേട്ടോ. അപ്പോൾ ഡാഡി നല്ല ഭാഗം നോക്കി മാത്രമായിട്ട് നമ്മുടെ കാറ്റഗിസം ബുക്കിന് ബൈൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ഇത്തിരി ചായ തട്ടിപ്പോയി കേട്ടോ, നമ്മൾ ചായ കുടിച്ചിട്ട് ഗ്ലാസ്. അപ്പോൾ നമ്മുടെ ഡാവിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായിയായിട്ട് അപ്പുറത്ത് പോയിരുന്ന്, ചേട്ടായി ഫോണിൽ കളിയോ അങ്ങനെ എന്തോ കാര്യമായിരുന്നു കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ആ ചേട്ടായിയുടെ കൂടെ പോയി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തോട്ട് വന്ന് പിന്നെ അവൻ അതും ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊന്നും നിൽക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണീക്കേണ്ടി വരുമെന്ന് ഓർത്തിട്ട് ഇത്തിരി നേരം ഒന്ന് പുന്നാരിച്ചു കേട്ടോ. അപ്പോൾ അയാൾ അതും പിടിച്ചൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാറ്റഗിസത്തിൻ്റെ ബുക്കും കൂടി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് ആയി കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇനി അടുത്ത് വാരി പിറക്കി വെക്കണം. അപ്പോൾ വാരേണ്ട കാര്യമില്ല, ഒരു കവറിൽ ആ പേപ്പറെല്ലാം തൂത്തെടുത്താൽ മതി. പക്ഷേ സ്റ്റേപ്ലെയറിൻ്റെ പിന്നെ അധികം ഞാൻ പറഞ്ഞായിരുന്നില്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കാവുന്നുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് കാരണം ആ പിന്നെങ്ങാനും കുഞ്ഞിൻ്റെ കാലിലെങ്ങാനും കുത്തിക്കയറിയ അല്ലെങ്കിൽ അവരെങ്ങാനും വായിലെടുത്ത് വെക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ തൂത്തെടുത്ത് ആ കവറിൽ തിരിച്ച് ഞങ്ങൾ കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണി കഴിഞ്ഞല്ലോ, ഇനി നെയ് സ്ലിപ്പ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഡാഡിനോട് പറഞ്ഞു പിന്നെ ആവട്ടെ, കാരണം ഇരുന്നിരുന്ന് എന്നാൽ ഞാൻ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും ഇരുന്ന് പോയി നടുവ് പോയി നമുക്കത് പിന്നത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു ഇനി അധികം ദിവസം ഇല്ലാതെ നമുക്ക് ഒട്ടിച്ചങ്ങ് കയ്യോടെ മാറുക എന്നാണെങ്കിൽ പിന്നെ ഇനി പേര് എഴുതുന്നത് നീ എങ്ങാനും ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്താൽ മതിയില്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നെയ് സ്ലിപ്പ് നമ്മൾ വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചാണേ. അപ്പം അയാൾ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ജോക്കുട്ടൻ ചേട്ടായി വന്നിരിക്കി, താൻ ചെയ്യുന്നതൊക്കെ കാണണ്ടേന്ന് പറഞ്ഞിട്ട് ചേട്ടായിനെ പിടിച്ചിരുത്തിയേക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചേട്ടായിനെ പിടിച്ചിരുത്തിയപ്പോഴേക്കും നമ്മുടെ ഡാവിക്കുട്ടൻ നൈസിന് വന്ന് എന്താണമ്മയെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ ആക്കടെ കയ്യിൽ ഞാനൊരു അരിയുണ്ട് എന്തോ കൊടുത്തു കേട്ടോ. അയാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നമ്മളൊന്നും കൊടുത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അയാൾ അതും കഴിച്ചിങ്ങനെ നടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ ഡാഡി ബാലൻസ് എല്ലാ ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും ഒക്കെ നെയ് സ്ലിപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ബോക്സിലൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡാഡി. അപ്പോൾ ആൾ കൊണ്ടുവന്ന് കാറ് കണ്ടോ, ഇത് ലംബോർഗിനി കാറാണ്, പിന്നെ ഏതോ ഒരു ബൈക്കിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഞങ്ങൾ താഴത്തിരുന്നപ്പോൾ എടുത്തത് കാരണമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ആ ഒരു പൊസിഷൻ തന്നെ വെച്ചേക്കുന്ന കാരണം എൻ്റെ തലയുടെ ബാക്കിയും എൻ്റെ മോൻ അവിടെ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോക്കകത്ത് കാണിക്കാൻ വേണ്ടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ ടാഗൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിത് ഓരോ ബുക്കും ബാഗും എല്ലാം വൃത്തിയാക്കി അടുക്കി ഒതുക്കി. 10 നോട്ട് ബുക്കും എക്സ്ട്രാ വന്ന കാറ്റഗിസം ബുക്കും പിന്നെ ഒരു 12 ടെക്സ്റ്റ് ബുക്കുമാണ് കേട്ടോ അവനുള്ളത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണേ. അപ്പോൾ ഈ ഒരു സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതിൻ്റെ ഒരു കൗതുകവും അങ്ങനെയൊക്കെ ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, താങ്ക് യു. അവൻ ടാറ്റ കാണിക്കുന്നുണ്ടേ. അപ്പോൾ ടാറ്റ.